ഹലോ ഓൾ, എല്ലാവർക്കും ഹോസ്പിറ്റൽസിൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലും കാത്താക്കോട്ടിൻ്റെ കളക്ഷൻസാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ രണ്ടാഴ്ചയായിട്ട് വീഡിയോസൊന്നും ഉണ്ടായിരുന്നില്ല, പനിയൊക്കെ ആയ കാരണം കൊണ്ട് വീഡിയോ ഇടാൻ സാധിച്ചില്ല. അപ്പോൾ ഒത്തിരി പേര് മെസ്സേജ് അയച്ചിട്ട് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി നന്ദി. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് നമ്മുടെ വീഡിയോസിന് ഉണ്ടാവണം. അപ്പോൾ നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് കാണാം. എല്ലാം തന്നെ കാത്താക്കോട്ടിൻ്റെ മെറ്റീരിയലാണ്. റേറ്റ് വരുന്നത് 100 രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത്. ആദ്യം കാണിക്കുന്നത് നല്ലൊരു റെഡ് ഷെയ്ഡിലുള്ള ടോപ്പ് ആൻഡ് ബോട്ടം ആയിട്ട് പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റാണ്. ടോപ്പ് വരുന്നത് നല്ലൊരു റെഡ് ഷെയ്ഡിൽ, അതിൽ പ്രിൻറ്റ് വരുന്നത് കോഫി ക്രീം, അതുപോലെ ലൈറ്റ് റെഡ് ആയിട്ടുള്ള ലീഫ് ടൈപ്പ് പ്രിൻ്റാണ് വരുന്നത്. ബോട്ടം വരുന്നത് ഒരു സ്ട്രൈപ്പ് പാറ്റേണിലാണ് വരുന്നത്. റെഡും കോഫി ക്രീമും ഒക്കെ കൂടി മിക്സ് ആയിട്ടുള്ളൊരു സ്ട്രൈപ്പ് പാറ്റേൺ ആണ് ബോട്ടം വരുന്നത്. വിഡ്ത്ത് വരുന്നത് എല്ലാത്തിൻ്റെയും 44 ഇഞ്ച് കോമൺ വിഡ്ത്താണ് വരുന്നത്. കാത്ത കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്കിത് സെറ്റായിട്ട് എടുക്കണം നിർബന്ധമില്ല. നിങ്ങൾക്കിത് സെപ്പറേറ്റ് ടോപ്പോ ബോട്ടോ എങ്ങനെ വേണമെങ്കിലും നമ്മൾ കട്ട് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ എല്ലാതും റേറ്റ് വരുന്നത് 100 രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത്. 100 റുപ്പീസ് പെർ മീറ്റർ. വിഡ്ത്ത് വരുന്നത് 44 ഇഞ്ച് ആയിട്ടുള്ള കോമൺ വിഡ്ത്താണ് വരുന്നത്. നെക്സ്റ്റ് കാണിക്കുന്നത് നല്ലൊരു പർപ്പിളും ബ്ലൂവും കൂടിയൊക്കെ ഒരു മിക്സ് ആയിട്ടുള്ളൊരു റയർ ഷെയ്ഡ് എന്ന് പറയാം. നല്ലൊരു ഷെയ്ഡാണ്. അതിൽ ഫ്ലവർ പ്രിൻറ്റ് വരുന്നു, റെഡ് ഫ്ലവേഴ്സാണ് വരുന്നത്. അതിൻ്റെ ബോട്ടായിട്ട് പെയർ ചെയ്യാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു 6 ആക്ക് പാറ്റേൺ ആണ്. അതിൻ്റെ കളർ ഷെയ്ഡ് വരുന്നത് ഒരു ഡാർക്ക് ബ്ലൂ ആണ്. ടോപ്പ് മെറ്റീരിയലിൻ്റെ അതേ ബ്ലൂ അല്ല ഷെയ്ഡ് വരുന്നത്. ബോട്ടത്തിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഒരു ബ്ലൂവും റെഡും ഒക്കെ കൂടിയിട്ടുള്ള ഒരു 6 ആക്ക് പാറ്റേൺ ആണ്. ആ ബ്ലൂ എന്ന് പറയുന്നത് ഒരു ഡാർക്ക് ബ്ലൂ ആണ് ബോട്ടം മെറ്റീരിയൽ വരുന്നത്. അപ്പോൾ ഇതും കാത്താ കോട്ടൺ തന്നെയാണ് മെറ്റീരിയൽ വരുന്നത്. നിങ്ങൾക്ക് മെറ്റീരിയൽസ് ഇഷ്ടമായി പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിൻ്റെ. എന്നിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് അയയ്ക്കുക. എത്ര മീറ്ററാണ് എന്ന് മെൻഷൻ ചെയ്തിട്ട് അയക്കാൻ ശ്രദ്ധിക്കുക. ഇത് അവൈലബിൾ ആണോ എന്ന് ചോദിക്കാതെ എത്ര മീറ്ററാണ് വേണ്ടത് എന്ന് മെൻഷൻ ചെയ്തിട്ട് അയയ്ക്കുക. അപ്പോൾ മെറ്റീരിയൽസ് അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതും ചോദിക്കുക. അപ്പോൾ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരുമ്പോൾ എത്രയും പെട്ടെന്ന് പേയ്മെൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ 1-2 ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുന്നതെങ്കിൽ മെറ്റീരിയൽസ് അപ്പോഴും അവൈലബിൾ ആണോ എന്ന് ചെക്ക് ചെയ്തിട്ട് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചോളൂ. ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കാത്താ കോട്ടനാണ് മെറ്റീരിയൽ, റണ്ണിങ് മെറ്റീരിയലാണ്. ടോപ്പും ബോട്ടൊക്കെ ആയിട്ട് സ്റ്റിച്ച് ചെയ്യാം. നിങ്ങൾക്ക് സെപ്പറേറ്റ് കോട്ട് സെറ്റായിട്ട് അടിക്കാൻ പറ്റും. അതുപോലെ ലൈനിങ് വെക്കാണ്ടും സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലാണ് കാത്താക്കോട്ടൻ്റെ മെറ്റീരിയൽ. ക്യാമ്രിക് സോഫ്റ്റ് കോട്ടനെ വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി തിക്നെസ് ഉള്ള മെറ്റീരിയലാണ് കാത്താക്കോട്ടൻ്റെ മെറ്റീരിയൽ. പക്ഷേ ലൈറ്റ് കളേഴ്സൊക്കെ ആകുമ്പോൾ നമ്മൾ ലൈനിങ് വെക്കുകയാണ് നല്ലത്. സീ ത്രൂ ആയിരിക്കും ലൈറ്റ് കളേഴ്സ് ആകുമ്പോൾ. ഇപ്പോൾ കാണിക്കുന്നത് നല്ലൊരു പിങ്ക് ഷെയ്ഡാണ്. ബേബി പിങ്ക് എന്ന് പറയാൻ പറ്റില്ല, അത്രയ്ക്കും ലൈറ്റ് അല്ല. ഒരു പൊടിക്ക് കുറച്ചും കൂടി ഒരു ഭയങ്കര ഡാർക്ക് പിങ്ക് അല്ല, എന്നാൽ നല്ലൊരു പിങ്ക് ഷെയ്ഡാണ്. അതിൽ ഫ്ലവർ ടൈപ്പ് പ്രിൻ്റാണ് വരുന്നത്. എക്സാക്റ്റ് ഫ്ലവർ എന്ന് പറയാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു ടൈപ്പ് പ്രിൻ്റാണ്. അപ്പോൾ ആ ഫ്ലവർ പ്രിൻറ്റിൽ നമുക്ക് ഒലീവ് ഗ്രീൻ, ടീൽ ബ്ലൂ അങ്ങനത്തെ ഒക്കെ കളർ ഷെയ്ഡാണ് വരുന്നത് പ്രിൻ്റായിട്ട്. നല്ലൊരു ഫ്രോക്കൊക്കെ അടിച്ച് നല്ല ഭംഗിയായിട്ടുണ്ടായിരിക്കും. കുട്ടികൾക്കൊക്കെ ഫ്രോക്ക് അടിക്കാൻ പറ്റുന്ന ടൈപ്പ് കളറും പ്രിൻറ്റും ആയിരുന്നു അത്. ഇപ്പോൾ കാണിക്കുന്നത് ഒരു സെറ്റ് വൈസ് ആയിട്ടുള്ള കാത്താ കോട്ടൻ്റെ റണ്ണിങ് മെറ്റീരിയലാണ്. ടോപ്പ് ആൻഡ് ബോട്ടം ആയിട്ട് നിങ്ങൾക്ക് പെയർ ചെയ്യാം. അതുപോലെ സെപ്പറേറ്റ് നമുക്കെടുത്ത് ഫ്രോക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് നല്ല ആപ്റ്റായിട്ടുള്ള മെറ്റീരിയലാണ്. ബ്ലാക്കാണ് കളർ ഷെയ്ഡ് വരുന്നത്. അതിൽ ഗ്രേ ആണ് പ്രിൻറ്റ് വരുന്നത്, വൈറ്റ് അല്ല കേട്ടോ, ഗ്രേ പ്രിൻ്റാണ്. കുഞ്ഞു ഫ്ലവർ പ്രിൻ്റാണ്. നല്ല ഫ്രോക്കൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് നല്ല ഭംഗിയുണ്ടായിരിക്കും. അതുപോലെ നൈറ്റിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലാണ് കാത്താ കോട്ടൻ്റെ മെറ്റീരിയൽ. ലൈനിങ് ഇല്ലാണ്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞുവല്ലോ. അപ്പോൾ ഇത് അതിൻ്റെ ബോട്ടായിട്ട് പെയർ ചെയ്യാൻ പറ്റുന്ന സെറ്റിൽ അതിൽ കൊണ്ടുവന്നിരിക്കുന്ന ഡിസൈനാണിത്. ഇതും ഒരു കുഞ്ഞു ഫ്ലവർ പാറ്റേൺ ആണ്. കാത്താ കോട്ടൺ തന്നെയാണ് റണ്ണിങ് മെറ്റീരിയൽ വരുന്നത്. നിങ്ങൾക്ക് ടോപ്പും ബോട്ടായിട്ട് സ്റ്റിച്ച് ചെയ്യാം. അതുപോലെ തന്നെ കുർത്തിക്ക് യൂസ് ചെയ്യാം, ഫ്രോക്കായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അതുപോലെ നൈറ്റായിട്ട് യൂസ് ചെയ്യുന്നവരുണ്ട്, ദുപ്പട്ടയായിട്ടൊക്കെ വരെ യൂസ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ നല്ല റണ്ണിങ് മെറ്റീരിയലാണ്, കോട്ടനാണ്, പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ് കാത്താ കോട്ടൻ്റെ മെറ്റീരിയൽ. അപ്പോൾ റേറ്റ് വരുന്നത് 100 രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത്. അപ്പോൾ ഇന്ന് പർച്ചേസ് ചെയ്യുന്ന എല്ലാ മെറ്റീരിയൽസും 10 മീറ്റർ എബവ് ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും. 10 മീറ്ററിനോട് മുകളിലോട്ടാണ് ഫ്രീ ഷിപ്പിംഗ് വരുന്നത്. അത് ഇന്ത്യൻ പോസ്റ്റിൽ ത്രൂ ആണ് കേട്ടോ നമ്മൾ ഫ്രീ ഷിപ്പിംഗ് കൊടുക്കുന്നത്. നിങ്ങൾ
10 മീറ്ററിന് താഴോട്ട് ഒരു പോസ്റ്റൽ ചാർജ് ആയിട്ടുള്ള 50 രൂപ ഉണ്ടായിരിക്കുന്നതാണ്. 10 മീറ്ററിന് താഴെയാണ് 50 രൂപ ചാർജ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ പോസ്റ്റൽ ത്രൂ ആണ് ഈ റേറ്റ് പറയുന്നത്. നിങ്ങൾ മറ്റ് കൊറിയർ സർവീസാണ് ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ, അതായത് DTDCയോ മറ്റേതെങ്കിലും കൊറിയർ സർവീസാണ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ കൊറിയർ ചാർജ് എക്സ്ട്രാ ഉണ്ടായിരിക്കും. അത് വെയ്റ്റും ഡിസ്റ്റൻസും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതിൻ്റെ ചാർജ്. നമ്മൾ ഇന്ത്യൻ പോസ്റ്റൽ ത്രൂ ആണ് മെയിനായിട്ട് കൊറിയർ അയക്കുന്നത്. അപ്പോൾ ഇപ്പോൾ കാണിക്കുന്നത് ഒരു സെറ്റ് വൈസ് ആയിട്ടുള്ള കാത്താക്കോട്ടൺ റണ്ണിങ് മെറ്റീരിയലാണ്. ടോപ്പ് വരുന്നത് ഒരു ബ്ലൂ ഷെയ്ഡ്, നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡിൽ റെഡും ഗ്രീനും ആണ് ഫ്ലവർ പ്രിൻറ്റ് വരുന്നത് ടോപ്പിൽ. ബോട്ടം ഒരു സിക്സാക്ക് പാറ്റേൺ ആണ്, ഒരു ഇൻഡിഗോ ഷെയ്ഡാണ് ബോട്ടത്തിൻ്റെ മെറ്റീരിയൽ. വൈറ്റും ഇൻഡിഗോ ഷെയ്ഡിലാണ് സിക്സാക്ക് പാറ്റേൺ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാം തന്നെ കാത്താക്കോട്ടനാണ് റണ്ണിങ് മെറ്റീരിയൽ വരുന്നത്. സ്ക്രീൻ പ്രിൻ്റാണ് എല്ലാം തന്നെ. എന്നിരുന്നാലും നിങ്ങൾ കളർ ഗാർഡ് യൂസ് ചെയ്യുക, ഫസ്റ്റ് വാഷ് കളർ ഗാർഡ് യൂസ് ചെയ്യാൻ ശ്രദ്ധിച്ചോളൂ. നെക്സ്റ്റ് കാണിക്കുന്നത് ടോപ്പും ബോട്ടം ആയിട്ട് പെയർ ചെയ്യാൻ പറ്റുന്ന സെറ്റ് തന്നെയാണ്. ഇത് സെറ്റാന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സെറ്റ് വൈസ് ആയിട്ട് എടുക്കുന്ന നിർബന്ധമില്ല. നിങ്ങൾക്ക് സെപ്പറേറ്റ് നിങ്ങൾക്ക് ഏത് മെറ്റീരിയലാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് കട്ട് ചെയ്ത് തരും. അപ്പോൾ ബ്ലാക്കാണ് ബേസ് കളർ വരുന്നത്. ഇതാണ് ടോപ്പായിട്ട് പെയർ ചെയ്യാൻ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഗ്രേ ആണ് പ്രിൻ്റ് വരുന്നത്. നല്ലൊരു വെറൈറ്റി ഡിസൈനാണ് ഇതിൻ്റെ. നിങ്ങൾക്കിത് ഒരു കുർത്തയൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് നല്ല ഭംഗിയുണ്ടായിരിക്കും. അതിനോട് പെയർ ചെയ്യാനായിട്ട് സിക്സാക്ക് പാറ്റേണിലുള്ള ബോട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ബോട്ടത്തിൽ ഗ്രേയും ബ്ലാക്കും വൈറ്റും കളർ ഷെയ്ഡുകൾ സിക്സാക്ക് പാറ്റേണിൽ പോകുന്നുണ്ട്. നിങ്ങൾക്കിത് സെപ്പറേറ്റ് ഒരു കുർത്ത സ്റ്റിച്ച് ചെയ്യാനായിട്ടും യൂസ് ചെയ്യാൻ നല്ല ഒരു സിക്സാക്ക് പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാം തന്നെ കാത്താക്കോട്ടനാണ് റണ്ണിങ് മെറ്റീരിയൽ. 100 രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത്. അതുപോലെ വിഡ്ത്ത് വരുന്നത് 44 ഇഞ്ചായിട്ടുള്ള കോമൺ വിഡ്ത്താണ് വരുന്നത്. അപ്പോൾ മെറ്റീരിയൽസ് ഇഷ്ടമായി പർച്ചേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് എത്ര മീറ്ററാണ് വേണ്ടത് എന്ന് മെൻഷൻ ചെയ്തിട്ട് അയച്ചു തരിക. നെക്സ്റ്റ് കാണിക്കുന്നതും ടോപ്പും ബോട്ടമായിട്ട് പെയർ ചെയ്യാൻ പറ്റുന്ന സെറ്റാണ്. കളർ ഷെയ്ഡ് വരുന്നത് ബോണ്ടി ബ്ലൂ എന്ന് പറയും. ഒരു ബ്ലൂവും ഗ്രീനും കൂടി മിക്സ് ആയിട്ടുള്ളൊരു കളർ ഷെയ്ഡാണ്. അതിൽ വൈറ്റ് പ്രിൻറ്റ് വരുന്നു, കുഞ്ഞു കുഞ്ഞു പ്രിൻ്റാണ്. ടോപ്പും ബോട്ടമായിട്ട് നിങ്ങൾക്ക് എടുക്കണം നിർബന്ധമില്ല, സെപ്പറേറ്റ് കട്ട് ചെയ്ത് തരും. ഇതാണ് അതിൻ്റെ ടോപ്പായിട്ട് പെയർ ചെയ്യാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ആദ്യം കാണിച്ചത് ബോട്ടത്തിൻ്റെ പാറ്റേൺ ആയിരുന്നു ആദ്യം കാണിച്ചത്. വീഡിയോയിൽ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ മെറ്റീരിയൽസിൻ്റെയും സെയിം കളറ് കാണിക്കാനായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. എന്നിരുന്നാലും നമ്മൾ എല്ലാവരും യൂസ് ചെയ്യുന്ന ഫോൺ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ സ്ക്രീനിൻ്റെ കളറ് വ്യത്യാസം വരും നിങ്ങൾ കാണുമ്പോൾ. അപ്പോൾ ആ കാര്യം കൂടി ഒന്ന് ശ്രദ്ധയിൽ വെച്ചോളൂ. അപ്പോൾ അതനുസരിച്ചിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചോളൂ. നിങ്ങൾക്ക് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് ഷോപ്പ് എവിടെയാണ്. നമ്മളിപ്പോൾ ചെയ്യുന്നത് ഓൺലൈൻ ത്രൂ മാത്രമാണ് സെയിൽ ചെയ്യുന്നത്. നമ്മുടെ സ്ഥലം വരുന്നത് തൃശ്ശൂർ ചിയാരെന്ന് പറഞ്ഞ സ്ഥലമാണ്. തൃശ്ശൂർ കുറുക്കഞ്ചേരി ഒല്ലൂരൊക്കെ അടുത്താണ് ചിയാരെന്ന് പറഞ്ഞ സ്ഥലമാണ്. ഷോപ്പിൻ്റെ കാര്യങ്ങൾ നമ്മൾ നോക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഷോപ്പ് ഓപ്പൺ ആവും. അപ്പോൾ നിങ്ങൾ അറിയിക്കുന്നതാണ്. നിങ്ങൾക്ക് ഷോപ്പ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഓൺലൈൻ പർച്ചേസ് മാത്രമാണ് ഉള്ളത്. അപ്പോൾ സ്ഥലം വരുന്നത് ഒന്നുകൂടി പറയാം, തൃശ്ശൂരാണ് സ്ഥലം വരുന്നത്. അപ്പോൾ ഇപ്പോൾ കാണിക്കുന്നത് നല്ലൊരു ബ്ലാക്ക് കളർ ഷെയ്ഡാണ്. നേരത്തെ കാണിച്ച അതേ പാറ്റേണിലുള്ള സിക്സാക്ക് പാറ്റേൺ ഇതിന് ബോട്ടായിട്ട് പെയർ ചെയ്യാം. ടോപ്പ് മെറ്റീരിയലിൽ വൈറ്റ് പ്രിൻ്റാണ് വരുന്നത്. മെയിനായിട്ടും വൈറ്റാണ്, ചെറിയൊരു ഗ്രേ ഷെയ്ഡും ഉണ്ട് ആ പ്രിൻറ്റിൽ. ബേസ് കളർ വരുന്നത് ബ്ലാക്കാണ്. മുൻപ് കാണിച്ച അതേ സിക്സാക്ക് പാറ്റേണിൻ്റെ കാത്താക്കോട്ടൺ റണ്ണിങ് മെറ്റീരിയൽ നിങ്ങൾക്കിത് ബോട്ടായിട്ട് പെയർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. റേറ്റ് വരുന്നത് 100 രൂപയാണ് മീറ്റർ റേറ്റ്. 100 rupees പെർ മീറ്റർ. കാത്താക്കോട്ടൺ തന്നെയാണ് റണ്ണിങ് മെറ്റീരിയൽ വരുന്നത്. നെക്സ്റ്റ് കാണിക്കുന്നത് നല്ലൊരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡിലുള്ള കാത്താക്കോട്ടൻ്റെ റണ്ണിങ് മെറ്റീരിയലാണ്. അതിൽ ഫ്ലോറൽ പ്രിൻ്റാണ് വരുന്നത്. ബ്ലാക്ക് അല്ല ബേസ് കളറ്, ഡാർക്ക് ബ്ലൂ ആണ്. ഒരു ബ്ലൂവിൽ ബ്ലാക്ക് മിക്സ് ആയിട്ടുള്ള ഷെയ്ഡ് എന്ന് പറയാം. അതിൽ വൈറ്റ് പ്രിൻ്റാണ് ഫ്ലോറൽ പ്രിൻ്റ് വന്നിരിക്കുന്നത്. കാത്താക്കോട്ടൺ തന്നെയാണ് റണ്ണിങ് മെറ്റീരിയൽ വരുന്നത്. 100 rupees ആണ് മീറ്റർ റേറ്റ് വരുന്നത്. വീഡിയോസ് ഇട്ട ദിവസങ്ങളിൽ നമുക്ക് ഒത്തിരിയധികം മെസ്സേജുകൾ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഒരു റിപ്ലൈ പ്രതീക്ഷിക്കരുത്. ഒരു ദിവസമൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ റിപ്ലൈ കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് കോളിൽ ഒരു കോൾ ചെയ്യാം. പക്ഷെ നമ്മൾ ഡയറക്റ്റ് കോൾ ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ റിപ്ലൈ കിട്ടാതെ ആകുമ്പോൾ വീണ്ടും വീണ്ടും മെസ്സേജ് അയക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങളുടെ മെസ്സേജ് മുകളിലോട്ട് വരുള്ളൂ. അപ്പോൾ ആ ഒരു ഓർഡറിലാണ് നമ്മൾ മെസ്സേജുകൾ വന്ന ഓർഡറിലാണ് നമ്മൾ റിപ്ലൈ തരുന്നത്. അപ്പോൾ നിങ്ങളുടെ മെസ്സേജ് മുകളിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടാൻ ഡിലേ ഉണ്ടാവും. അതുപോലെ തന്നെ മെറ്റീരിയൽസ് സോൾഡ് ഔട്ട് ആയിട്ടുണ്ടെങ്കിൽ അത് കിട്ടാതിരിക്കാനുള്ള ചാൻസും കൂടുതലാണ്.
അപ്പോൾ ആ കാര്യം കൂടി ഒന്നും ശ്രദ്ധിച്ചോളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് ഏതാണ് സ്ക്രീൻഷോട്ട് എടുക്കുക, എത്ര മീറ്ററാണ് വേണ്ടത് എന്ന് മെൻഷൻ ചെയ്യുക. എന്നിട്ട് മെസ്സേജ് അയച്ചിട്ട് നമ്മൾ ആ മെസ്സേജുകൾ വരുന്ന ഓർഡറിൽ നമ്മൾ മെസ്സേജ് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധയിൽ വെക്കുക. നെക്സ്റ്റ് കാണിക്കുന്നത് കഥാക്കോട്ടൻ്റെ റണ്ണിങ് മെറ്റീരിയൽ തന്നെയാണ്. ഇത് സിംഗിൾ പീസ് തന്നെയാണ്. നല്ലൊരു പിങ്ക് ഷെയ്ഡിൽ വൈറ്റ് പ്രിൻ്റ് വരുന്നു. കുഞ്ഞു പ്രിൻ്റാണ്. നിങ്ങൾക്ക് ഇത് നൈറ്റി, ഫ്രോക്ക്, കുട്ടികൾക്കൊക്കെ ഫ്രോക്ക് അടിക്കാൻ നല്ലൊരു ആപ്റ്റായിട്ടുള്ള പ്രിൻ്റാണ്. അതുപോലെ തന്നെ കുർത്തയായിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ്. ഓൾ ഇന്ത്യ കൊറിയർ സർവീസ് അവൈലബിൾ ആണ്. നമ്മൾ കൊറിയർ അയക്കുന്നത് പോസ്റ്റൽ ത്രൂ ആണ്. ഇന്ത്യയിൽ എല്ലായിടത്തോട്ടും കൊറിയർ അയച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് മറ്റേതെങ്കിലും കൊറിയർ സർവീസാണ് വേണ്ടതെങ്കിൽ അത് മെൻഷൻ ചെയ്തോളൂ. അപ്പോൾ നമ്മൾ അങ്ങനെയും കൊറിയർ അയക്കുന്നതാണ്. പക്ഷേ അതിൻ്റെ പേയ്മെൻറ്റ് എക്സ്ട്രാ ഉണ്ടായിരിക്കുന്നതാണ് കൊറിയർ ചാർജ്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് കൺഫേം ആയിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും 3 വർക്കിംഗ് ഡേയ്സിലാണ് നമ്മൾ കൊറിയർ അയച്ചു കൊടുക്കുക. അതായത് ഇനി കാണിക്കുന്നത് സോൾഡ് ഔട്ടായിട്ട് റീസ്റ്റോക്ക് ചെയ്ത കുറച്ച് മെറ്റീരിയൽസാണ്. വീഡിയോയുടെ ലാസ്റ്റ് ഇപ്പോൾ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാം കഥാക്കോട്ടൻ്റെ റണ്ണിങ് മെറ്റീരിയൽ തന്നെയാണ്. അപ്പോൾ റേറ്റ് ഇതിൻ്റെയും 100 രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത്. 100 rupees പെർ മീറ്റർ ആണ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിലത്തെ കളക്ഷൻസ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളൂ. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒത്തിരി പേരുണ്ട്. അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മളെ കമൻസിലൂടെ അറിയിച്ചോളൂ. നിങ്ങളുടെ ഓരോ കമൻസും വായിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കമൻസിലൂടെ കളക്ഷൻസ് ഇഷ്ടമാവുണ്ടെങ്കിൽ എല്ലാം പറയാം. അതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ടെങ്കിൽ അതും പറയാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കുറച്ചധികം കളക്ഷൻസ് ആയിട്ട് വരാം. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.